ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്വാമിജി സച്ചിക്ക് അരികിലേക്ക് വന്നിട്ട് സച്ചിയുടെ മുഖം നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇനി സച്ചിക്ക് വരാൻ വേണ്ടി പോകുന്നത് നല്ല കാലമാണ്. പക്ഷെ അന്നേ ദിവസം സച്ചിക്ക് എന്തോ ഒരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. ശ്രുതി ആവശ്യപ്പെടുന്നത് പ്രകാരം ശ്രുതി കാർ ഷോറൂമിന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതി നോക്കി വെച്ചിരിക്കുന്ന കാറുണ്ടല്ലോ അത് വന്നിട്ട് നോക്കുവാണ് കേട്ടോ. ശ്രുതി കാറ് കാണുമ്പോൾ തന്നെ ശ്രുതിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയാണേ. എന്താ ശ്രുതി വീണ്ടും നോക്കുന്നത്, ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കാണാൻ നല്ലതൊക്കെ ഉണ്ട്. ഈ കാറ് നല്ലതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വളരെ നല്ലതാണ്, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാറാണ്, സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ ശ്രുതി ആ കാറിനെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു കാർ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് ചോദിക്കുകയാണ് ശ്രുതി. എല്ലാം നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നീ 1 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ആദ്യം 2000 രൂപ പ്രോഫിറ്റ് ആയിട്ട് തന്നില്ലേ, അതുപോലെ തന്നെ എല്ലാം പ്രോഫിറ്റ് ആണ്. കാറ് വാങ്ങുമ്പോൾ തന്നെ ഞാൻ വലിയൊരു ബിസിനസ്മാൻ ആയിട്ട് മാറും. അതെല്ലാം ഓക്കെയാണ്. കുറച്ച് റേറ്റ് കുറച്ച് തരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, അവരുള്ളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി പോവാണേ. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കാർക്ക് കാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മേടിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ കാറൊക്കെ ഓക്കെയാണ്, പക്ഷേ നമ്പർ ഓക്കെ ആണെന്നുള്ള കാര്യം പറയുന്നില്ല കേട്ടോ. സച്ചി നീയല്ലേ പറഞ്ഞത് ഇവിടുത്തെ കാറൊക്കെ സൂപ്പർ ആയിരിക്കും എന്ന്, എന്നിട്ട് ഇദ്ദേഹത്തിനൊന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കാറല്ല ഇഷ്ടപ്പെടാത്തത് സർ, അവർക്ക് കാറിന്റെ നമ്പറാണ് ഇഷ്ടപ്പെടാത്തതെന്ന് പറയാണേ. അവര് നോക്കിയിട്ട് അവസാനം ചെന്നെത്തുന്നത് നമ്മുടെ ശ്രുതി മേടിക്കാൻ വേണ്ടി പോകുന്ന ആ കാറുണ്ടല്ലോ, ആ കാറിന്റെ നമ്പറും കളറും എല്ലാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാണ്. അങ്ങനെ അദ്ദേഹത്തിന് കാറിന്റെ കളറൊക്കെ ഇഷ്ടാവുകയാണല്ലോ. ഹാവു, സാറിന് ഒരു കാരെങ്കിലും ഇഷ്ടപ്പെട്ടല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രല്ല ആ ഷോപ്പിലുള്ള ആളെടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ കാറ് 1 വർഷം അത്രയ്ക്കല്ലേ ഓട്ടിയിട്ടുണ്ടാവുള്ളൂ ഓണർ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കറക്റ്റ് ആയിട്ടാണ് സച്ചി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കിത് ഓക്കെ ആക്കാല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഓക്കെ ആക്കാന്ന് പറയാണേ. അങ്ങനെ ഉള്ളിൽ പോയിട്ട് അവർ സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ കാറ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ആ കാറാണ് ഓക്കെ ആയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അയ്യോ സച്ചി ആ കാറ് എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സാറിനൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പോലെ അവർക്ക് കാർ ഇഷ്ടപ്പെട്ടു, അത് നമുക്ക് ഓക്കെ ആക്കാം. ഇല്ല സച്ചി, അത് മറ്റൊരു ബിസിനസ്സുകാരൻ ബുക്ക് ചെയ്തു എന്നുള്ള കാര്യം പറയാണ്. അതെന്താ സച്ചി ഇങ്ങനെ പറയുന്നത്, ഇവരെ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്, ഇവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു, എന്നിട്ട് ഇവരെന്താ സച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സംസാരിച്ച് നോക്കാം സാർ എന്ന് പറയാണേ. സാർ അവര് ക്യാഷ് ഒക്കെ തന്ന് സെറ്റിൽ ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, അവരിപ്പോ ഓക്കെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സാർ ഞാൻ അവരുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നുള്ള കാര്യം പറയാണേ. സച്ചി സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ശ്രുതിയുടെ അടുത്തേക്കാണേ. സരിത അവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് സച്ചിക്ക്. അങ്ങനെ ശ്രുതിക്ക് അരികിലേക്കാണ് പോകുന്നത്. ശ്രുതി അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴേക്കും ആരാ, ഇവനാണോ ബിസിനസ്മാൻ? പിന്നെ വലിയ ബിസിനസ്മാൻ ആണ്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് ചാടി പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ വലിയ കപ്പൽ മേടിച്ചിട്ട് വാടകയ്ക്ക് ഓട്ടിക്കൊണ്ടിരിക്കല്ലേ അവൻ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അത് ഞാൻ നിന്റെ അടുത്താണ് ചോദിക്കേണ്ടത്, അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ. ശ്രുതിയും പുറത്തേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ കാർ മേടിക്കാൻ വേണ്ടി വന്നു എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. നീ എന്തോ വലിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുന്നല്ലേ പറഞ്ഞത്, കയ്യിലുള്ള കാശ് ജോളിയാക്കി ചെലവാക്കി കളയാനാണോ ഉദ്ദേശം? അപ്പോഴേക്കും കൂടുതലുള്ള ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, സച്ചി ആരാ, അറിയുന്നവരാണോ? പറയാൻ മാത്രം ഒന്നുമില്ല ചേട്ടൻ. അയ്യോ സച്ചി അവര് വലിയ ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ ബിസിനസ്മാൻ വന്നിരിക്കുന്നു, അവൻ എന്റെ ചേട്ടനാന്നുള്ള കാര്യം പറയാൻ കേട്ടോ. 4 പേരുടെ മുമ്പിൽ വെച്ചിട്ട് നിന്റെ ചേട്ടനെ കുറിച്ചിട്ട് ഇങ്ങനെയാണോ സച്ചി പറയാന്ന് ശ്രുതി, ഇതെന്നെ എനിക്ക് തെറ്റായിട്ട് തോന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാറ് മേടിക്കുന്നത് തെറ്റായിട്ട് തോന്നില്ല എന്ന് സച്ചി തിരിച്ചു ചോദിക്കുകയാണേ. അത് ഞങ്ങളുടെ പണം, ഞങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ചോദ്യം ചെയ്യണ്ട, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ. ആ കാറ് അവര് മേടിച്ചു, നിങ്ങൾ വേറെ കാറ് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഞാനത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് നീ എന്താ 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണോ ബുക്ക് ചെയ്തിരിക്കുന്നത്, വാക്കാലെ പറയല്ലേ ചെയ്തിട്ടുള്ളൂ, ആ കാറ് അതാ അവർക്ക് കൊടുത്തേക്ക് എന്നുള്ള കാര്യം സച്ചി പറയുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചേട്ടൻ കാറ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, എന്നിട്ട് ആ കാറ് വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നു, അവര് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫാമിലിക്ക് വേണ്ടി കാറ് മേടിക്കാൻ വേണ്ടി വന്നതാണ്, ഇവൻ ചുമ്മാ തിരിഞ്ഞു കളിക്കാൻ വേണ്ടിയിട്ടല്ലേ കാറ് മേടിക്കുന്നത്. ശ്രുതി ഇവരുടെ അടുത്ത് എന്തിനാ സംസാരിക്കുന്നത്, സർ ഞങ്ങള് ആദ്യം ഓക്കെ പറഞ്ഞിട്ടില്ലേ കാറ്, അത് ഞാൻ തന്നെ മേടിക്കും, ഇപ്പൊ 1 ലക്ഷം ക്യാഷ് തരാം, ബാക്കി ലോൺ ഇടാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോ സച്ചി പറയുന്നുണ്ട്, ഇവൻ ലോൺ ഇട്ടിട്ടാണ് സർ മേടിക്കാൻ വേണ്ടി പോകുന്നത്, എന്നാ അവര്
ക്യാഷ് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തരും. അതുമാത്രമല്ല ഇവൻ കറക്റ്റ് ലോണൊന്നും കേട്ടില്ല സർ, കാർ എടുത്തിട്ട് ഓടിപ്പോകും, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, സർ ഈ കാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനാണ് ആദ്യം ഓക്കെ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് തന്നെ തരണമെന്ന് പറയുമ്പോൾ സച്ചി ചേട്ടൻ എന്നെ വിശ്വസിച്ചോ, ഇവനെ വിശ്വസിച്ച് കാറ് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ പണം കിട്ടില്ല, അവർക്ക് കൊടുക്ക് ചേട്ടാ, നല്ല കമ്മീഷൻ കിട്ടും. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ, ശരി സച്ചി നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്താ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്, സച്ചിയെ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയുന്നതാണ്, സച്ചി പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ന്യായം ഉണ്ടാകും, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ കാറ് നോക്കിക്കോളൂ, സച്ചിയുടെ ഏട്ടനല്ലേ, അതുകൊണ്ട് റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടൊക്കെ തരാം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ ആരുടെ ദയവൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ശ്രുതി വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ രണ്ടെണ്ണം. കണ്ടില്ലേ ചേട്ടാ ഇപ്പൊ തന്നെ പാതിയിലിട്ടിട്ട് പോകുന്നത്, ഇതുകൊണ്ടാ പറഞ്ഞെന്നുള്ള കാര്യം അവര് പോകുന്ന സമയത്ത് അവിടെയുള്ള ആ ചേട്ടന്റെ അടുത്ത് പറയാണ് കേട്ടോ. തുടർന്ന് സച്ചിക്ക് അരികിലേക്ക് ആ പാർട്ടി പ്രവർത്തകരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവര് പോകുന്നത് കണ്ടിട്ടാണ് വരുന്നത്. എന്താ സച്ചി ഓക്കെ ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ കാറ് സാറിനുള്ളതാണെന്നുള്ള കാര്യം സച്ചി പറയാണ്. അങ്ങനെ അവരടുത്ത് ക്യാഷ് കൊടുത്തിട്ട് ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറയാണ് കേട്ടോ. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ഉള്ളിലേക്ക് ഇരിക്കും, ഞാൻ കാറ് നോക്കിയിട്ട് വരാം എന്നുള്ള കാര്യം. അങ്ങനെ സച്ചി പോയി കാറ് നോക്കുന്നതൊക്കെ ശ്രുതി അവിടുന്ന് പോകുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് കാണുവാണ് കേട്ടോ. അവിടെ നിന്ന് സങ്കടത്തോട് കൂട്ടിയിട്ട് ശ്രുതി പറയുന്നുണ്ട്, ആ കാറ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ആ കാറിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, ആ റാസ്കൽ ഇങ്ങനെ ചെയ്തല്ലോ, വീട് ശ്രുതി നമുക്കൊരു ടൈം വരും അപ്പൊ നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ശ്രുതി അവിടുന്ന് പോവാണ്. സച്ചി കാറൊക്കെ നോക്കിയിട്ട് അവരുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, കാറ് സൂപ്പറാണ് എന്നുള്ള കാര്യം, ഇന്ന് തന്നെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നാളെ കാറ് ഡെലിവറി ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. കേക്കിയതിന് ശേഷം സച്ചിയുടെ അടുത്ത് അവര് ബാറിൽ കൊണ്ടുവിടാനാണ് കേട്ടോ പറയുന്നത്. ബാറിന് മുമ്പിൽ വണ്ടി നിർത്തിയിട്ട് സച്ചി അവിടെ നിൽക്കുമ്പോൾ സച്ചിയുടെ അടുത്ത് ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. കാറ് ഇത്രയും നല്ലതൊന്ന് മേടിച്ചു തന്നിട്ട് നീ വരാതിരിക്കുന്നത് ശരിയല്ല, ചെറിയതായിട്ടൊന്ന് കൂടാ എന്ന് പറയുമ്പോൾ ഇല്ല സർ, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാന് കഴിക്കാറില്ല എന്ന് പറയാണ് കേട്ടോ, ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ഡ്യൂട്ടിയിലല്ലേ, എന്നിട്ട് ഞാൻ കുടിക്കുന്നു എന്നുള്ള കാര്യം ആ രാഷ്ട്രീയ പ്രവർത്തകൻ ചോദിക്കുമ്പോൾ സാറിനെ പോലെയല്ല, കസ്റ്റമേഴ്സിനെ വിശ്വസിച്ചിട്ടാണ് എന്റെ ജീവിതം ഉള്ളത്, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ് കേട്ടോ. ഞാൻ പകലും കുടിക്കാറില്ല, ഡ്യൂട്ടി ടൈമിലും കുടിക്കാറില്ല. എന്താ സച്ചി ഇത്, അവരിത്രയും നിർബന്ധിക്കല്ലേ എന്നുള്ള കാര്യം സച്ചിയുടെ ഫ്രണ്ട് പറയുന്ന സമയത്ത് വിടടാ വേണ്ട എന്ന് പറയുന്ന ആളെ ഒരിക്കലും നിർബന്ധിക്കാൻ വേണ്ടി പാടില്ല, അവരുടെ ഡ്യൂട്ടിയിൽ അത്രയും കണ്ണിങ് ആണ്. സാറ് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്, സാറ് ഇപ്പൊ വിളിക്കുന്നതിന് പകരം രാത്രി വിളിച്ചതെന്ന് വെച്ചാൽ കാർ ഷെഡിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാനും കൂടെ വന്നേനെ. കുഴപ്പമില്ല സച്ചി, അതൊക്കെ നമുക്ക് പിന്നെ ഒരു സാവാം, എന്തായാലും നീ ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞങ്ങള് ഉള്ളിൽ പോയിട്ട് കുടിച്ചതിന് ശേഷം വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട്, ഞങ്ങളെ അവിടെ നീ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പൊക്കോളാൻ വേണ്ടി പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി അവരോട് പോയിക്കോളാൻ വേണ്ടി പറയണേ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്നും കൂടി പറയുന്നുണ്ട്. ആ പാർട്ടിക്കാരൊക്കെ പോകുന്നുണ്ട്. പക്ഷെ സച്ചിയുടെ ഫ്രണ്ടാണെങ്കിൽ വീണ്ടും വിളിക്കാൻ കേട്ടോ, സച്ചി വാട 2 ബീറെങ്കിലും കുടിക്കുക, ഒന്ന് ചില്ലെന്നാവട്ടെ എന്ന് പറയുമ്പോൾ ചില്ലെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ മോര് കുടിച്ചോളാം, ഇപ്പൊ എന്തായാലും അത് കുടിക്കാനുള്ള ഒരു മൂടല്ല, നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. കല്യാണത്തിന് ശേഷം നീ ഒരുപാട് മാറിയല്ലേ സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ബാറിനുള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സച്ചി. അങ്ങനെ സച്ചി പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് വർഷ വരുന്നുണ്ട് കേട്ടോ. വർഷയുടെ വരവ് കാണുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തയക്കായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതല്ല. ശ്രീകാന്തെ നീ പെട്ടെന്ന് വാ, നമുക്ക് വേഗം തന്നെ കുഞ്ഞു വേണമെന്നുള്ള കാര്യം പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. എന്താ വർഷ നീ പറയുന്നത്? അതെ, എനിക്ക് കുഞ്ഞിനെ ഉടനെ തന്നെ പ്രസവിക്കണം. വർഷയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രീകാന്ത് വേഗം പിടിച്ചുകൊണ്ട് കുറച്ച് മൂലക്കിലേക്ക് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല വർഷ നിനക്കെന്താ വട്ടായോ എന്നുള്ള കാര്യം? ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് പറഞ്ഞത് 10 മാസം എടുക്കും, അല്ലാതെ ഫുഡ് ഓർഡർ എടുക്കുന്നത് പോലെ 10 മിനിറ്റിൽ ഡെലിവറി ആവില്ല. അതൊക്കെ എനിക്ക് അറിയാം, നമ്മൾ ഇപ്പോഴേ ട്രൈ ചെയ്താൽ മാത്രമല്ലേ അത് നടക്കുള്ളൂ. നിനക്ക് എന്താ പറ്റിയത്? കുഞ്ഞുങ്ങളെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോ ഒരു ചാൻസും ഇല്ലായിരുന്നു. 4 വർഷമാവോ 5 വർഷമാവോ എന്നൊക്കെ പറയുന്ന ആള് ഇപ്പൊ എന്താ പുതിയ മൊബൈലിന്റെ അപ്ഡേറ്റ് മാതിരി പുതിയത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത് പോലെ നിൽക്കുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു ഇംഗ്ലീഷ് പടത്തിന്റെ മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുഞ്ഞുങ്ങളുടെ പടമായിരുന്നു. അതിലെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ക്യൂട്ടായിരുന്നു എന്നറിയോ? അത് കണ്ട സമയത്ത് നമുക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള കാര്യം തോന്നി. നല്ല കഥയാണ്. നീ ഹൊറർ പടത്തിന്റെ എന്തെങ്കിലും ഡബിങ് ചെയ്തിട്ട് വന്നിട്ട് നീ പ്രേതത്തെ കാണാൻ വേണ്ടിട്ട് കൂട്ടിക്കൊണ്ടുപോവായിരുന്നോ? ചുമ്മാ വന്നിട്ട് അവള് കോമഡി കാണിക്കുന്നു. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ശ്രീകാന്തെ പറയുന്നത്. ഇപ്പോ ഞാൻ ആ മൈൻഡ് സെറ്റിലേക്ക് വന്നു. ഇപ്പോ അതിന്റെ കറക്റ്റ് ഡേറ്റ് ആണ്, നമുക്ക് അതിനുള്ള പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യാം. വാ വീട്ടിലേക്ക് പോവാ എന്ന് പറയാണേ. നീ വന്നിട്ട് കറണ്ട് ഷോക്ക് തരുന്നത് പോലെ
ഓരോന്ന് വന്ന് പറഞ്ഞിട്ട് പോകല്ലേ. എന്താ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോ, എപ്പോഴും നീയല്ലേ കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അതെ എന്ന് കരുതിയിട്ട് അതിനൊരു ടൈമൊക്കെ ഇല്ലേ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം. നീ സീരിയസ് ആയിട്ട് തന്നെയാണോ വർഷ എന്നുള്ള പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് എങ്ങനെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ വേണ്ടി പറ്റുക? നമുക്ക് മുമ്പേ സച്ചിയേട്ടനുണ്ട്, സുധിയേട്ടനുണ്ട്, അവരൊക്കെ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവർക്കല്ലേ ആദ്യം കുഞ്ഞു പറക്കേണ്ടത്, അവരല്ലേ മുതിർന്നവര്. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ ട്രെയിൻ ടിക്കറ്റ് ആണോ ബുക്ക് ചെയ്യുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്? അവർക്ക് തോന്നുന്ന സമയത്ത് അവര് കുഞ്ഞുങ്ങളെ പ്രസവിച്ചോട്ടെ. എനിക്കിപ്പോ തോന്നുന്നുണ്ട് എങ്ങനെയാണെങ്കിലും വർഷേ സുധിയേട്ടനല്ലേ വീട്ടില് മൂത്ത ആളെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ഞാനല്ലേ മൂത്തത്, നിന്റെ വീട്ടില് നീ ഒരാളല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ, അതിനെന്താ എന്റെ അച്ഛൻ സ്മാർട്ടായിട്ട് ഒരു കുഞ്ഞിനെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, അതുപോലെ തന്നെ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു ബേബിയും കൂടി ഉണ്ടാക്കാം. വർഷ, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മളിപ്പോ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആയതേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഏൺ ചെയ്യുന്നില്ലേ, പിന്നെ എന്താ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോ, നീ ചെയ്യുന്നത് ഫ്രീലാൻസ് വർക്കാണ്, നീ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിനക്ക് മെറ്റേണിറ്റി ലീവെങ്കിലും കിട്ടും. നിനക്കിപ്പോ 1 ഇയറിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോ, അതിന് ശ്രീകാന്ത് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലേ? എന്റെ സാലറി കൊണ്ട് മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല വർഷ. കുഞ്ഞുങ്ങൾക്ക് എന്താ അതിന് മാത്രം ചെലവ് എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോ, കുഞ്ഞുങ്ങൾക്ക് ഡയപ്പേഴ്സ് അതുപോലെ എക്സ്പെൻസ് വേറെ എന്തെല്ലാം ചെലവുകൾ ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയോ? അതിനിപ്പോ ഞാനും ഏൺ ചെയ്യുന്നില്ലേ, പിന്നെന്താ പ്രശ്നം എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോ, കാശ് മാത്രം പോരാ, ടൈമും കൂടി വേണം. കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും ഒരാളിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ശ്രീകാന്ത് നോക്കിക്കോ, ഒരു ദിവസം ഞാൻ നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ, നീ ഡബിങ്ങിന് പോകുന്ന സമയത്ത് കുഞ്ഞ് പാലിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കാടെ ശ്രീകാന്ത്. അപ്പൊ നീ ഫോർമുല മിൽക്ക് കൊടുത്തോ? കൊടുക്കാൻ വേണ്ടി പറ്റില്ല, നീ തന്നെ കൊടുക്കണം, അത് മാത്രമാണ് ഹെൽത്തി. അങ്ങനെയാണെങ്കിൽ നീ കുഞ്ഞിനെയും കൊണ്ടിട്ട് ഡബിങ് സ്റ്റുഡിയോയിലേക്ക് വന്നാൽ മതി, കുറച്ച് ഞാൻ നോക്കിക്കോളാം. അങ്ങനെയൊക്കെ ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. കുഞ്ഞുങ്ങൾ ചില സമയത്ത് നൈറ്റിൽ ഉറങ്ങില്ല, ആ സമയത്ത് നമുക്ക് ഉറക്കം വരില്ല. സോ വാട്ട്, പകല് നമുക്ക് ഉറങ്ങിക്കൂടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡേ കെയറിൽ കൊടുക്കാലോ. ഇല്ല, എന്റെ അമ്മ അതിനൊന്നും സമ്മതിക്കില്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്റെ കുഞ്ഞിനെ വിടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ അമ്മ എന്തിനാ സമ്മതിക്കുന്നത്? അത് എന്റെയും കുഞ്ഞാണെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. ഹലോ, 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിക്കാൻ വേണ്ടി പോകുന്നത് ഞാനാ, അതിന് പാതി കാരണം ഞാനും കൂടിയാണ് ശ്രീകാന്ത്. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ടൈം പോലും സ്പെൻഡ് ചെയ്യില്ലേ നീ? ജോലി ഉണ്ടാവില്ലേ, അതാരാ നോക്കുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ റെസ്റ്റോറന്റിലെ ഓണർ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ സംസാരം കേട്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. ശ്രീകാന്ത് എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ശ്രീകാന്ത് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അയാളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ശ്രീകാന്ത് നിനക്ക് കുഞ്ഞുണ്ടോ, അതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, സർ അങ്ങനെയൊന്നുമില്ല. അപ്പോ വൈഫ് പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുകയാണേ. ഇല്ല സർ, ആ ഡിസിഷനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആഹാ, അതിനു മുമ്പേ നിങ്ങൾ സ്കൂളിൽ കുഞ്ഞിനെ പറഞ്ഞേക്കുന്ന കാര്യം വരെ പറയാൻ തുടങ്ങിയല്ലോ. സർ ഉടനെ തന്നെ കുഞ്ഞുണ്ടാക്കും. സർ അതിനു വേണ്ടിയിട്ടാണ് ഇവനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. ഇവനൊരു ഹാഫ് ഡേ പെർമിഷൻ കൊടുക്കുമായിരുന്നെങ്കിൽ. എന്താ ശ്രീകാന്ത് ഇതെന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ അയാള്. വർഷേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, ആകെ നാണക്കേട് പോലെ തോന്നിയിട്ട്. എന്തൊക്കെയാണെങ്കിലും ശ്രീകാന്ത് ഇത്രയും ഓവർ സ്പീഡ് പാടില്ല. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേര് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോഴല്ലേ മാരേജ് ആയത്, എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയാ ശരിയാവുക? അങ്ങനെയാണെങ്കിൽ ഈ ഹോട്ടലിലെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ വർഷ. വിക്കത്തുമില്ലേ? സോറി സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ സംസാരം കേൾക്കുമ്പോൾ. വർഷേ, നീ ആദ്യം ഇവിടുന്ന് പോ എന്ന് പറയുന്നുണ്ട്. ശരി, ഈവനിങ് നിന്റെ ഡിസിഷൻ എന്താന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നു പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. വർഷ പോയതിനു ശേഷം സാറ് പറയുന്നുണ്ട് കേട്ടോ, പണിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇല്ലാത്ത കുഞ്ഞിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴാണ് നീ നിന്റെ കരിയർ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെന്റിലൊക്കെ പോയി ചാടിയിട്ട് നിന്റെ കരിയർ നീ സ്പോയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. എന്താണെങ്കിലും ആലോചിച്ച് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണേ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം